കുട്ടനാട്ടിലെ NDA സ്ഥാനാർത്ഥി സന്തോഷ് ശാന്തി ഇപ്പം അമൃത വാർത്തകളോടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏത് ഘട്ടം വരെയായി, എങ്ങനെയാണ്? പ്രചരണം വളരെ സജീവമായി പോകുന്നു. NDA സഖ്യം വളരെ മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രചരണത്തിൽ ഫ്ലെക്സുകളോ പോസ്റ്ററുകളോ അല്ല, ജനങ്ങളുടെ മനസ്സിലെത്തുവാനായിട്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനമായി NDA ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് താഴെ തട്ടിലുള്ള നല്ലൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്താണ് പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനം ഉന്നയിക്കുന്ന? കുട്ടനാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ നെൽകർഷകരുടെ വിഷയം അത് വളരെ രൂക്ഷമായി നിൽക്കുന്നു. ഒപ്പം അതേപോലെ തന്നെ കുടിവെള്ള പ്രശ്നം. ഇപ്പം നെൽകർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ രാവിലെ നെൽകർഷകരുടെ ഒരു കൂട്ടായ്മ, അവർ NGS അവരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു 5 മണി വരെ അവിടെ സമരവും പാടി ഓഫീസ് ഉപരോധവും ഒക്കെ നിൽക്കുകയായിരുന്നു. അത് ഒരു കുട്ടനാട്ടിലെ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു ദുരന്തമാണ്. നെല്ല് സംഭരിക്കാനുള്ള സൗകര്യങ്ങൾ 32 പാടശേഖരങ്ങളിലെ നെല്ല് കിടക്കുകയാണ്. ഒരു 30% മാത്രമാണ് കൊയ്ത്തിപ്പം കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി 70% നെല്ല് കൊയ്യാനും കൂടെ ഉണ്ട്. പക്ഷേ ആ 30% നെല്ല് സംഭരിക്കേണ്ട സമയത്ത് പോലും ഒരു 10% പോലും സംഭരിച്ചിട്ടില്ല. 15 കിലോ കിരു വരെ ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കർഷകൻ്റെ ഉൽപ്പാദനം അവ നടത്തി അത് സ്വർണം ഒക്കെ പണയം വെച്ചും വട്ടിപ്പലിശക്കാരനോട് പൈസയൊക്കെ വാങ്ങി കർഷകൻ കൃഷി ചെയ്ത് അവൻ്റെ ഉൽപ്പന്നം ഉണ്ടായി കഴിയുമ്പോൾ അത് പൈസ കിട്ടാത്ത ഒരു സാഹചര്യവും നെല്ലെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യവും. നെല്ലെടുക്കുകയാണെങ്കിലും ഇനി 1 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ കേട്ടാലും എടുത്തുകൊണ്ട് പോയെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം കാലാവസ്ഥ മാറുന്നതനുസരിച്ച് കർഷകരുടെ എല്ലാം മനസ്സിൽ വലിയ ആദിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് പ്രധാനമായിട്ടും കുട്ടനാട്ടിലെ ഒരു വിഷയമാണ്. ഒപ്പം അതേപോലെ തന്നെ കുടിവെള്ള പ്രശ്നം. ഇതൊക്കെയാണ് മുന്നോട്ട് നമ്മൾ വയ്ക്കുന്ന സന്ദേശം. LDFൻ്റെ സിറ്റിംഗ് സീറ്റാണ് കുട്ടനാട്. അപ്പം ആ ഒരു മാറ്റമുണ്ടാകുന്ന തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും. NDA ജയിക്കും. NDAക്ക് വലിയ മുന്നേറ്റം നടത്താൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. 2016 സമയത്തൊക്കെ ആണെങ്കിലും വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഇതാണ്. അപ്പം ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. എൻ്റെ വീട്ടിലേക്ക് വരുവാനായിട്ട് കുട്ടനാട്ടിലെ ഏത് പ്രദേശത്തു നിന്നും എൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അരമണിക്കൂറിലെ ദൂരം മാത്രമേ ഉള്ളൂ. എവിടെ നിന്നായാലും വരാൻ പറ്റും. കുട്ടനാട്ടിൽ ഇപ്പം മത്സരിക്കുന്ന 2 പേരും കുട്ടനാട്ടുകാരല്ല. ഒരാൾ ജന്മം കൊണ്ട് കുട്ടനാടാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം ഇപ്പം സ്ഥിരതാമസം എറണാകുളത്താണ്. ഒരാൾ കായംകുളംകാരനുമാണ്. അപ്പോൾ നാട്ടുകാരൻ എന്ന നിലയിൽ എന്നെ നെഞ്ചോട് ചേർക്കും. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ഇറങ്ങിയപ്പം തന്നെ അതിൻ്റെ സ്വീകാര്യത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടനാട്ടുകാരൻ എന്ന നിലയിൽ കുട്ടനാട്ടിലെ ജനങ്ങളുടെ മനസ്സറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സഹായിക്കും എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് നിൽക്കുന്നത്. വിജയമല്ലാതെ മറ്റൊന്നും നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അതുതന്നെയാണ് കുട്ടനാട്ടിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് NDAക്ക് ഉള്ളത്. കുട്ടനാട്ടിൽ നിന്നും ആദർശിനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.